ഈ ആഴ്ച നിന്റെ പ്രതികാരത്തിനായി ദൈവം അന്തരീക്ഷത്തെ നിശ്ചലമാക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ ദൈവികമായ വിടുതലുകൾക്ക് കാരണമായി എന്ന് കേൾക്കുന്നതിൽ അറിയുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും ഒപ്പം അവസരം നൽകി തന്ന നല്ല കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. കാരണം അവസരം ലോകത്തിൽ നിന്നല്ല, അതേ ഇന്നലകളിൽ നിങ്ങൾ ആശ്രയിക്കുകയും പ്രതീക്ഷയോടെ നോക്കുകയും ചെയ്ത ശേഷം മനുഷ്യരിൽ നിന്നല്ല, മറിച്ച് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഇനി എങ്ങനെ എന്ന ചോദ്യത്തോടെ നിങ്ങൾ ഈ ശബ്ദം ദൈവസന്നിധിയിൽ കേട്ടുകൊണ്ടിരുന്ന അതേ ഈ ശബ്ദം, അതിന് പിന്നിൽ വ്യാപരിച്ച ദൈവസാന്നിധ്യം, ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആ വിടുതൽ സംഭവിച്ചു. അതുകൊണ്ട് സ്തുതിയും സ്തോത്രവും മഹത്വവും ഒക്കെയും ദൈവത്തിന് തന്നെ ആയിരിക്കണം. ആ വിധത്തിൽ ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവികമായ വിടുതൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ മാറ്റത്തെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ പറഞ്ഞത് നിങ്ങളോട് ഞാൻ പ്രാരംഭമായി പറഞ്ഞു. ഒരിക്കൽ കൂടി അതെ, ഈ അന്തരീക്ഷം നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന, വല്ലാതെ അനിശ്ചിതത്വം നിറഞ്ഞ എങ്ങനെയായിത്തീരും, ഇനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല, അതെ ആ അന്തരീക്ഷം തന്നെ. അതിന് കാരണം സാഹചര്യങ്ങളാകാം, നിങ്ങൾ തന്നെ ആകാം, നിങ്ങളുടെ ശത്രുക്കളാകാം, അത് മനുഷ്യരോ പിശാചോ എന്തുമാകട്ടെ, ഏതുമാകട്ടെ, ആരുമാകട്ടെ, അതെ ആ അന്തരീക്ഷം നിശ്ചലമാകും. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ആ അന്തരീക്ഷം നിശ്ചലമാകും. വാക്യത്തിലേക്ക്, പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ച് ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കാ എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ വാക്ക് കേൾക്കുന്നത് ശേഷം മനുഷ്യരാണെങ്കിൽ അതിലെന്താ ഇത്ര പ്രത്യേകത എന്ന് നിങ്ങൾക്ക് ചോദിക്കാം, ചിന്തിക്കാം. എന്നാൽ ഇവിടെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മനുഷ്യൻ്റെ വാക്ക് കേൾക്കുന്നത് ആരാണ്? സൂര്യനും ചന്ദ്രനുമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, മനുഷ്യന് കേൾക്കുവാൻ കഴിയുന്നത് പോലെ സൂര്യനും ചന്ദ്രനും കേൾക്കുവാൻ കഴിയുമോ? ഞാൻ ആവർത്തിച്ചു പറയും, അതേ, മനുഷ്യൻ കേൾക്കുന്നത് പോലെ സൂര്യനും ചന്ദ്രനും കേൾക്കും. എപ്പോൾ നീയൊരു ദൈവ മനുഷ്യനായി, നീയൊരു ദൈവ പുരുഷനായി മാറുമ്പോൾ, അതേ പ്രാർത്ഥിക്കുന്ന സഹോദരാ, സഹോദരി, കേൾക്ക്. നിന്റെ വാക്കുകൾ ഈ പ്രകൃതി കേട്ട് അനുസരിക്കുന്ന നാളുകൾ നിനക്ക് മുൻപിൽ ഉണ്ട്. അതേ, കാത് കല്ലായിപ്പോയ, ഹൃദയം കഠിനപ്പെട്ടു പോയ ചിലർ നിന്റെ വാക്കുകൾ കേൾക്കുവാൻ പോകുക. നോ പാസ്റ്റർ, ഒരിക്കലും അവരോട് എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുതന്നെ അവർ കേൾക്കത്തില്ല. എൻ്റെ മക്കൾ കേൾക്കത്തില്ല, എൻ്റെ ഭർത്താവ് കേൾക്കത്തില്ല, എൻ്റെ പ്രിയപ്പെട്ടവൾ കേൾക്കത്തില്ല, ഞാൻ എത്ര പറഞ്ഞാലും എൻ്റെ സുപ്പീരിയേഴ്സ് കേൾക്കത്തില്ല, എനിക്ക് ജോലി തരുന്നവർ കേൾക്കത്തില്ല, വെറുതെ പറയാമെന്നേ ഉള്ളൂ. നോ, പ്രാർത്ഥിക്കുന്ന സഹോദര, സഹോദരി, ഈ ആഴ്ച നിന്റെ വാക്ക് കേൾക്കേണ്ടവർ കേൾക്കും. താങ്ക് ലോർഡ്. കാതടഞ്ഞു പോയവർ ഈ ആഴ്ച നിന്റെ വാക്ക് കേൾക്കും. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നിന്റെ തലമുറകൾ നിന്റെ വാക്ക് കേൾക്കും. ആ വാക്ക് കൊണ്ട് നീ എന്താണോ അർത്ഥമാക്കുന്നത് അത് അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. ആ വാക്കുകൾക്ക് പിന്നിൽ നിന്റെ കരച്ചിലുണ്ട്, നിന്റെ വേദനയുണ്ട്, നിരാശയുണ്ട്. അതിന് അറുതി വരും വിധത്തിൽ നിന്റെ ഭർത്താവ്, സഹോദരി, നിന്റെ വാക്ക് കേൾക്കുവാൻ പോകുക. കോടതിയിൽ ആ ജഡ്ജ് നിന്റെ വാക്ക് അവിധത്തിൽ കേൾക്കുവാൻ പോകുക. ആമേൻ. സങ്കടമത പാസ്റ്റർ, എനിക്കറിയത്തില്ല. ഇപ്പോൾ എൻ്റെ അമ്മയും അപ്പനും പറയുന്നുണ്ട്, മോളെ പേടിക്കണ്ട, ഞങ്ങളുണ്ട്. സഹോദരങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളുണ്ട്. പക്ഷേ പാസ്റ്റർ, എനിക്കറിയാം എൻ്റെ അമ്മയും അപ്പനും എത്ര നാൾ എനിക്കൊപ്പം കാണും. അവരുടെ നല്ല കാലം കഴിഞ്ഞു. എൻ്റെ സഹോദരങ്ങൾ, അവർക്ക് കുടുംബമില്ലേ, മക്കളില്ലേ, എത്ര നാൾ അവരൊപ്പം കാണും. പറയും, സ്നേഹം കൊണ്ട് പറയുന്നതാ. പക്ഷേ റിയാലിറ്റി അങ്ങനെ അല്ലല്ലോ. അവർക്കധികം നിൽക്കാൻ കഴിയത്തില്ല.
എനിക്ക് മുൻപോട്ട് എൻ്റെ ജീവിതം സാധ്യമാകണമെങ്കിൽ എൻ്റെ ഭർത്താവ് തന്നെ എനിക്കൊപ്പം വേണം. എൻ്റെ ഭർത്താവ് തന്നെ എനിക്കൊപ്പം വേണം. അതിന് കേൾക്കേണ്ട ചിലർ എൻ്റെ വാക്ക് കേൾക്കണം. നീതിന്യായ പുസ്തകങ്ങൾ അടച്ചു വച്ച് തെളിവുകളും സാക്ഷികളും മാറ്റി നിർത്തി കേൾക്കേണ്ടവർ എൻ്റെ വാക്ക് കേൾക്കണം. ഇതുവരെ അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. വക്കീൽമാർ എൻ്റെ വാക്ക് കേൾക്കുവാൻ തയ്യാറാകുന്നില്ല. കൗൺസിലിംഗ് സെൻറ്ററിൽ അവരെൻ്റെ വാക്ക് കേൾക്കുവാൻ തയ്യാറാകുന്നില്ല. ജഡ്ജ് എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. എൻ്റെ വാക്കുകൾ കേൾക്കുവാൻ തയ്യാറാകുന്നില്ല. കേൾക്കുക. അതെ, നിൻ്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് നീ പറയുന്ന വാക്കുകൾ ഈ ആഴ്ച കേൾക്കേണ്ടവർ കേൾക്കുവാൻ പോവുക. നിൻ്റെ അവസ്ഥ മാറുവാൻ തക്കവണ്ണം നീ ഇന്നായിരിക്കുന്ന അന്തരീക്ഷം, ഭയപ്പാടോടെ നിരാശയോടെ ആയിരിക്കുന്ന അന്തരീക്ഷം ചേഞ്ച് ആകുവാൻ തക്കവണ്ണം നിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടവർ കേൾക്കുവാൻ പോകുക. ആ ജഡ്ജ് നിൻ്റെ വാക്ക് കേൾക്കുവാൻ പോകുക. ആ പോലീസ് സ്റ്റേഷനകത്ത് കേൾക്കേണ്ടവർ നിൻ്റെ വാക്ക് കേൾക്കുവാൻ പോകുക. അതേ, ചില ഉന്നത സ്ഥാനങ്ങളിലുള്ളവർ, ചില അധികാര പൊസിഷൻസിൽ ഇരിക്കുന്നവർ നിൻ്റെ വാക്ക് കേൾക്കുവാൻ പോകുക. ആ ബാങ്കിനകത്ത് നിൻ്റെ വാക്ക് അയ്യോ നഷ്ടമായി പോകുമോ പാസ്റ്റർ? ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് നാൾ കണ്ട സ്വപ്നമാണ് ഞങ്ങളുടെ ഈ ഭവനം. പക്ഷേ അത് നിജപ്തിയുടെ വക്കിലായിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോകും. അയ്യോ, ഞങ്ങൾക്കത് ഓർക്കുവാനേ കഴിയുന്നില്ല. ചിന്തിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അന്തരീക്ഷം നീ ആയിരിക്കുന്ന അവസ്ഥ. മരണത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇനിയും വാടക വീട് കയറി ഇറങ്ങി, ഇനിയും ബന്ധുവീടുകളിൽ താമസിച്ച് ആ നിന്നയും നിരാശയും അനുഭവിക്കുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. കേൾക്ക്, സ്വന്തം ഭവനമെന്ന വാഗ്ദത്തത്തിലേക്ക് എൻ്റെ കർത്താവ് നിന്നെ കരം പിടിച്ച് നടത്തുവാൻ പോകുക. വാടക വീടെന്ന അന്തരീക്ഷത്തെ എൻ്റെ കർത്താവ് ചേഞ്ച് ചെയ്യുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതെ, നീ ഭയപ്പെടുന്നത് പോലെ ആ ജപ്തി നടക്കത്തില്ല. ജപ്തിയുടെ അന്തരീക്ഷത്തെ ദൈവം ചേഞ്ച് ചെയ്യുക. ചിലർ നിന്റെ ഹൃദയം തകർന്നു വരുന്ന ആ ശബ്ദം, വിലാപം കേൾക്കുവാൻ തക്കവണ്ണം കാതുകളെ നിനക്ക് ഒരുക്കി തരിക. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങും. അപ്പോ മനുഷ്യർ കേൾക്കും, പ്രകൃതി കേൾക്കും. അമേൻ. ഒന്ന് ചുമ്മാതിരി പാസ്റ്റർ എന്നാണോ ഈ പറഞ്ഞത് വെച്ചിട്ട്? നോക്കൂ, ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ പിന്നെയും ക്ഷണിക്കുകയാണ്. അവിടെ പറയുന്നത് മനുഷ്യനാണ്, എന്നെയും നിങ്ങളെയും പോലെ. യോശുവ എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. അവൻ അതിലുപരിയായി ഭക്തനുമാണ്. അതേ, എന്നെയും നിങ്ങളെയും പോലെ നമ്മൾ ഭക്തരായതുകൊണ്ട് ഈ ചേഞ്ചായ അന്തരീക്ഷത്തിലും, നമ്മൾ ഇഷ്ടപ്പെടാത്ത അന്തരീക്ഷത്തിലും അനുഭവത്തിലും ദൈവസന്നിധിയിലായിരിക്കുന്നു. അപ്പുറത്ത് കേൾക്കുവാനുള്ളത് സൂര്യനും ചന്ദ്രനുമാണ്. അവിടെയാണ് അല്പം പാട്. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, പ്രകൃതി പോലും പ്രാർത്ഥിക്കുന്ന നിന്റെ വാക്കിന് കീഴ്പ്പെടുവാൻ പോകുന്നു. താങ്ക് യു ലോർഡ്. ആമേൻ. നോക്കൂ, ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ പിന്നെ ക്ഷണിക്കുകയാണ്. വളരെ ശ്രദ്ധയോടൊപ്പം വന്നാട്ടെ. 10-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ യുദ്ധത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ടാണ്. പിന്നീട് അങ്ങോട്ട് യുദ്ധമാണ്. ആ യുദ്ധം ചെയ്ത് ഏകദേശം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അമോര്യരുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ച് വിവരിക്കുന്നു. അങ്ങനെ രാവിലെ തുടങ്ങിയ യുദ്ധം വൈകുന്നേരത്തോട് അടുക്കുമ്പോൾ ജയം ഇസ്രായേലിന് മുൻപിലെത്തി. പക്ഷേ സമയമില്ല. സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം ഉണ്ട്, സമയമില്ല. സമയമില്ല. കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ ആ ലോൺ അടച്ച് നീക്കാൻ പറ്റുമായിരുന്നു, അല്ലേ? അവിടെ തുടരാൻ കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ, അവർ കുറച്ചുകൂടെ സമയം എനിക്ക് അനുവദിച്ച് തന്നിരുന്നു എങ്കിൽ ലോൺ അടച്ച് തീർക്കാം, ബാധ്യത തീർക്കാം, മക്കൾക്ക് വേണ്ടി അല്പം സ്വല്പമൊക്കെ നീക്കിയിരിപ്പ് ഉണ്ടാകും, വലിയ കുഴപ്പമില്ല, സന്തോഷത്തോടെ പ്രതീക്ഷിച്ച് പോയതുപോലെ മടങ്ങി വരാൻ പറ്റും. ഇല്ലേ സഹോദരി? കുറച്ചുകൂടെ സമയം കിട്ടണം, സാവകാശം കിട്ടണം. സാവകാശം കിട്ടിയാൽ കൊടുത്ത് തീർക്കാൻ പറ്റും. ആമേൻ. സാവകാശം തരുവാൻ പോകുക. ആമേൻ. ആ ലോൺ അടച്ച് തീർക്കുവാനുള്ള സാവകാശം കർത്താവ് തരുവാൻ പോകുക. ഇടപെടേണ്ടവരോട് കർത്താവ് ഇടപെടും. ആമേൻ. നിന്റെ വാക്കുകൾ കേൾക്കേണ്ടവർ കേൾക്കും, സാവകാശം തരും. ധൈര്യമായി സംസാരിക്കുക. സ്തോത്രം. സഹോദരി, നിനക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കാം. ധൈര്യമായി പറയേണ്ടവരോട് പറയുവാൻ. സഹോദര, യേശുവേ, ഇവരങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചില ഇടങ്ങളിൽ അധികാരികളെ കാണുമ്പോൾ, ചില ഓഫീസിനകത്തെത്തുമ്പോൾ നാവടഞ്ഞു പോകുന്ന അനുഭവം മാറട്ടെ. ഇവർ ധൈര്യത്തോടെ സംസാരിക്കേണ്ടവരോട് സംസാരിക്കട്ടെ. ഇവർക്ക് അനുകൂലമായ തീരുമാനങ്ങളും നടപടികളും ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അപ്പം നോക്കൂ, അല്പസമയം കൂടെ കിട്ടിയ പഠിച്ചൊക്കെ എടുത്ത് പരീക്ഷ എഴുതി ജയിക്കാം, അല്ലേ മക്കളെ? കർത്താവ് സാവകാശം തരികയാണ്. ആമേൻ. സ്തോത്രം. നിനക്ക് ചില ദിവസങ്ങളെ എക്സ്റ്റെൻഡ് ചെയ്ത് തരിക.
സ്തോത്രം. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, അപ്പോൾ യുദ്ധമുഖത്താണ്, കുറച്ച് സമയം കൂടെ ഉണ്ടെങ്കിൽ യുദ്ധം ജയിക്കുവാൻ കഴിയും. പക്ഷേ സമയം തീർന്നു, യുദ്ധം അവസാനിക്കുവാൻ പോകുന്നു. എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചാൽ കിട്ടുന്ന കാര്യം വല്ലതും ആണോ? അത് ലോകത്തിന്, ഭക്തന് പിടിച്ചാൽ കിട്ടാത്ത കാര്യങ്ങളൊന്നുമില്ല. ആമേൻ. ലോകം പറയും ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ട്, ഇതൊക്കെ പ്രാർത്ഥിച്ചാൽ നടക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് നടക്കാത്ത ഒരു കാര്യവും ഈ ലോകത്തിലില്ലെന്നേ. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന് നിന്റെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് തിരിച്ചറിവും ഉറപ്പും വിശ്വാസവും ഉള്ളപ്പോൾ നീ ഭക്തനായി മാറും. ആമേൻ എന്ന് പറഞ്ഞാൽ നീ പ്രാപിക്കുവാനായിട്ട് തുടങ്ങും. ആവർത്തിച്ച് പറയട്ടെ, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന് നിന്റെ ജീവിതത്തിൽ നിവർത്തിച്ച് തരുവാൻ കഴിയാത്ത ഒരു കാര്യവും ഇന്നുവരെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമില്ല, ഇനി ഒരിക്കലും ഉണ്ടാകത്തുമില്ല. ഉറപ്പ്. ധൈര്യമായി വിശ്വസിക്ക്, ഉറച്ചു നിൽക്ക്, കർത്താവ് നിശ്ചയമായും പ്രവർത്തിക്കുക. അപ്പോൾ ദൈവം പറയുക, യോശുവേ അങ്ങനെ സങ്കടപ്പെടേണ്ട, ഇന്ന് തന്നെ നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. ആമേൻ. എത്ര പേർ ആ ദൂത് ഏറ്റെടുക്കുവാൻ തയ്യാറുണ്ട്? ഇന്ന് ചിലതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുവാൻ പോകുക. അവൻ ഇനി തീരുമാനം ഉണ്ടായിട്ട് ഈ അന്തരീക്ഷം ചലിച്ചാൽ മതി. അവൻ ഈ ചില പേപ്പേഴ്സൊക്കെ മൂവ് ആകുന്നത് ഇനി നിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ട് മതി. ഇനി ചിലത് സംഭവിക്കണമെങ്കിൽ നിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. മാതാവേ, പിതാവേ, അവിടെ ഇനി നീ കേട്ടതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നിൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ അവിടെ നിന്നൊരു തീരുമാനമുണ്ടാകണം. അവരായിരിക്കുന്ന സ്ഥാനത്ത്, അവരായിരിക്കുന്ന രാജ്യത്ത്, അവരുടെ സ്കൂളിൽ, കോളേജിൽ കേട്ട വാർത്തകൾ, നിന്നെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ, നിൻ്റെ ഭവനത്തിലെ അന്തരീക്ഷത്തെ കണ്ണുനീർ മയമാക്കി മാറ്റിയ വാർത്തകൾ, അതിനൊരു നിവർത്തീകരണം ഉണ്ടാകണമെങ്കിൽ, അതങ്ങനെ സംഭവിക്കണമെങ്കിൽ നിൻ്റെ മക്കളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകണം. യെസ്. ഷബാറി ധലമാഷകന സഹോദര, ആ ജോലി സ്ഥലത്ത് നിൻ്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ട് ആ നിയമങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ. പേടിച്ചിരിക്കുക, അയ്യോ നിയമം മാറാൻ പോകുന്നു, എന്ത് അയ്യോ ഇല്ലെന്നേ. നിന്റെ കാര്യം കഴിഞ്ഞിട്ട് നിയമം മാറത്തുള്ളൂ. യേശുവിൻ നാമത്തിൽ കേൾക്ക്, നിന്റെ കാര്യം കഴിഞ്ഞിട്ട് ആ ചേഞ്ച് വരത്തുള്ളൂ. നീ ഭയപ്പെടുന്ന ചേഞ്ച് നിന്റെ കാര്യം കഴിയാതെ ഉണ്ടാകത്തില്ല. നിന്റെ മക്കളുടെ കാര്യം കഴിയാതെ ആ ചേഞ്ച് ഉണ്ടാകത്തില്ല. നിനക്ക് ജോലി കിട്ടാതെ ലിസ്റ്റ് ക്യാൻസൽ ആകത്തില്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, നിനക്ക് ജോലി കിട്ടാതെ ആ ലിസ്റ്റ്, മാതാവേ, പിതാവേ, നിന്റെ തലമുറകൾക്ക് ജോലി കിട്ടാതെ ആ ലിസ്റ്റ് ക്യാൻസൽ ആകത്തില്ല. യെസ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആമേൻ. അപ്പോൾ ദൈവം പറയുക, നീ പറയ്, നിങ്ങൾ ജയിച്ചിട്ട് മതി സൂര്യനും ചന്ദ്രനും മൂവ് ചെയ്യുന്നത്. ഇനിയൊരു ചലനം ഉണ്ടാകണമെങ്കിൽ ആമേൻ നീ പറയണം. അതുപോലെ യോശുവ അങ്ങ് പറയുക, ചിലതിനെ നോക്കി പറയുന്നേ, നിന്റെ നാവിന്മേൽ അധികാരമുണ്ട്, നീ ഒരു ഭക്തനായതുകൊണ്ട്. ആമേൻ. യോശുവ പറയുക, സൂര്യ നീ ഗിബയോനിലും, ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ആർ കേൾക്കേ? ഇസ്രായേൽ മക്കൾ കേൾക്കേ. ആമേൻ. വേണമെങ്കിൽ യോശുവയ്ക്ക് ചിന്തിക്കാമായിരുന്നു, അയ്യോ ഈ പറയാൻ പോകുന്നതേ പൊട്ടത്തനമാണ്, ഇനി അത് മറ്റുള്ളവർ കേട്ട് നാണക്കേട്. ഒരു ഭക്തൻ അത്യാവശ്യം ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് നാണമില്ലായ്മ. ആമേൻ. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുന്ന കാര്യത്തിൽ ഒരു നാണക്കേടും മാനക്കേടും വിചാരിക്കരുത്. ആമേൻ. നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങൾ എന്നോട് ആലോചന ചോദിച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുള്ള ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, അവന് വട്ടാണ് ഈ അവസ്ഥയിലൊക്കെ ഇങ്ങനെ പറയാൻ. ദൈവത്തിൻ്റെ സന്നിധിക്കുമ്പോൾ വട്ട. കാരണം മാനുഷ്യമായി ചിന്തിക്കുന്ന ബുദ്ധിക്കകത്തല്ല ദൈവിക പദ്ധതികളും തീരുമാനങ്ങളും. നോക്കൂ, ബൈബിളിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കാം. 99 വയസ്സായി നമ്മുടെ അബ്രഹാമിന്, 89 വയസ്സായി സാറായ്ക്ക്. സാറ തന്നെ ഡയഗ്നോസ് ചെയ്ത് ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്ത് വച്ചിരിക്കുക. തൻ്റെ ഗർഭപാത്രം നിർജീവമായി, സ്ത്രീകൾക്കുള്ള സുഖഭോഗം തനിക്ക് ഉണ്ടാകത്തില്ല, തൻ്റെ ഭർത്താവ് വൃദ്ധനായി, പടുവൃദ്ധനായി. അപ്പോൾ അവൾ ഡയഗ്നോസ് ചെയ്ത റിപ്പോർട്ട് പ്രകാരം ഇമ്പോസിബിൾ. ആ റിപ്പോർട്ടിന് ഒപ്പിച്ച ഒരു അഭിപ്രായം മാത്രമേ ലോകത്തിൽ നിന്നും ഉണ്ടാകത്തുള്ളൂ. ഇറ്റ്സ് ഇമ്പോസിബിൾ. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇമ്പോസിബിൾ ഒന്നുമില്ല. അത് സാധ്യമാണ്. നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് വിലയിരുത്തിയ ചില വിലയിരുത്തലുകളെ ദൈവം ഈ ആഴ്ച മാറ്റി എഴുതുവാൻ പോകുന്നു. ഡോക്ടർമാരൊക്കെ പറഞ്ഞു സാധ്യതയില്ല, നിന്റെ ഉദരത്തിൽ ജീവൻ ഉരുവാകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്, നിനക്ക് തലമുറയുണ്ടാകും. എന്നല്ല, നിനക്ക് തലമുറകളുണ്ടാകും. മക്കൾ ജനിക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. നമ്മുടെ ബുദ്ധിക്കൊത്തവണ്ണം വലിച്ചു കെട്ടുവാൻ കഴിയുന്ന ഒരാളല്ല ദൈവം. അപ്പോൾ ദൈവം പറയുന്ന വാക്ക് ഒരാൾ
കേട്ടിട്ട് അത് ലോകത്തോട് പറഞ്ഞാൽ ഒരു പക്ഷേ ലോകം അവനെ പരിഹസിക്കും. നോഹ പറയുക, വെള്ളപ്പൊക്കം ഉണ്ടാവുകയെ, ആഹാ ഭയങ്കര മഴ പെയ്യാൻ പോകുന്നു എന്ന് വെച്ചാൽ എന്താ സാധനം? അന്ന് മഴയില്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ് നോഹയോട് ദൈവം പറയുക, നോഹയെ നീ ഒരു പെട്ടകം പണിതോ. എന്തിനാ ദൈവമേ പെട്ടകം? എടാ അത് ഞാൻ മഴ പെയ്യിപ്പിക്കാൻ പോകുന്നു. കർത്താവേ, മഴയെന്ന് പറഞ്ഞാൽ എന്താ സാധനം? അത് വരുമ്പം കണ്ടോളൂ. ആമേൻ. അധികം ചോദ്യമൊന്നും വേണ്ട. വരുമ്പം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചോദ്യമൊന്നും വേണ്ട. വിശ്വസിക്കുവാൻ തയ്യാറാണോ? നിൻ്റെ ലൈഫിനെ മാറ്റുന്നത് ദൈവത്തിൽ നിന്ന് വരുവാൻ പോവുക. ആമേൻ. അപ്പോൾ ഈ കാര്യം കൊണ്ട് നോഹ ലോകത്തിലേക്ക് പോയത് ആരും വിശ്വസിച്ചില്ല. അതിനർത്ഥം ദൈവത്തിൻ്റെ വാക്ക് കേട്ടവനും ആ വാക്ക് ലോകത്തോട് വിളിച്ചു പറഞ്ഞവനും മണ്ടനായി തീർന്നെന്നാണോ? മഴ വരുന്നത് വരെ അവർ മണ്ടൻ തന്നെയാണ്, അവൻ മണ്ടൻ തന്നെയാണ്. പക്ഷെ മഴ വന്നാൽ ചേഞ്ച് ആകും. ഷബാറി ധലമാഷേഖനെ, ഈ ആഴ്ച നീ കേട്ട വാക്തത്വങ്ങളുടെ നിവർത്തീകരണം, നീ പൊട്ടനെ പോലെ കേട്ട ചില വാക്തത്വങ്ങളുടെ നിവർത്തീകരണം, നിന്നെ ലോകം വിഡ്ഢിയെന്നും മണ്ടനെന്നും പൊട്ടനെന്നും വിളിച്ച് പരിഹസിക്കുവാൻ കാരണമായ ചില വാക്തത്വങ്ങളുടെ നിവർത്തീകരണം, പ്രിയ സിസ്റ്റർ, ബ്രദർ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. പ്രിയ മാതാവേ, പിതാവേ, ആശുപത്രി കിടക്കയിൽ നീ ആ റിസൾട്ട് അനുഭവിക്കുവാൻ പോകുക. ഷബാറി ധലമാഷേഖനെ, നീ കേട്ട വാക്തത്വത്തിൻ്റെ നിവർത്തീകരണം. മക്കളെ, അതങ്ങനെ സംഭവിക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. അപ്പോൾ നോക്കൂ, പൊട്ടനെ പോലെ വിശ്വസിക്കുക, ഏറ്റുപറയുക, അത്രയേ ഉള്ളൂ. യോശുവ മറ്റൊന്നും നോക്കുന്നില്ല. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് ഏൽപ്പിച്ച വ്യക്തിയാണ്. 30 ലക്ഷത്തിൻ്റെ മുൻപിൽ നിന്ന് നയിക്കാനുള്ള വ്യക്തിയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നിങ്ങളുടെ പേരോ പെരുമയോ പ്രശസ്തിയോ ഒന്നും ദൈവത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നതിനും അത് ലോകത്തോട് വിളിച്ചു പറയുന്നതിനും ഒരു തടസ്സമായി നിൽക്കരുത്. ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾ ഒത്തിരി അറിവുകളുള്ള ആളായിരിക്കാം, ലോകപ്രകാരം ഒത്തിരി പല പല സ്ഥാനമാനങ്ങൾ നേടുകയും അലങ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളായിരിക്കാം, പദവികളിൽ ഇരിക്കുന്ന ആളായിരിക്കാം. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം പറയുന്ന വാക്കുകൾക്ക് വാക്തത്വം അതെത്ര ഉണ്ടെങ്കിലും അതിന് ക്രിസ്തുവിൽ അത് മാത്രമേ പാടുള്ളൂ. നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന, നിങ്ങൾ കേൾക്കുന്ന ആലോചനകൾ ഈ ആഴ്ച നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കും. ആ ആശുപത്രി കിടക്കയിൽ ഇനിയും തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ രോഗക്കിടക്കയിൽ നീ ഇനിയും തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. തലതിരിഞ്ഞ പിള്ളേർ തമ്മിൽ തല്ലി സമാധാനം നഷ്ടപ്പെടുന്ന അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മക്കളുടെ പരസ്പരമുള്ള വഴക്കും പരിചാരലും നിറഞ്ഞ അന്തരീക്ഷത്തെ ദൈവം ചേഞ്ച് ആക്കുവാൻ പോകുക. ആ വാക്ക് ഇസ്രായേൽ ജനം മാത്രമല്ല, സൂര്യനും ചന്ദ്രനും കേട്ടു. വാചന പറയുന്നു, അതവിടെ നിന്നു. 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്തിനാ? ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാൻ. ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് തീരുവോളം, അമോര്യരോട് പ്രതികാരം ചെയ്ത് തീരുവോളം സൂര്യനും ചന്ദ്രനും അതത് സ്ഥാനങ്ങളിൽ നിന്നു. ഇന്നലകളിൽ നിന്നെ ഉപദ്രവിച്ച, നിന്നെ തകർത്ത് കളയുവാൻ വട്ടം കൂടിയ, മുടിച്ചു കളയുവാൻ എഴുന്നേറ്റ അവരോട്, ആ സാഹചര്യങ്ങളോട് പ്രതികാരം ചെയ്ത് തീരുവോളം. അതേ സഹോദര, അവിടെ ആ തൊഴിലിടത്തിൽ നിന്നെ നിർത്തത്തില്ല എന്ന് പറഞ്ഞ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിനക്ക് വിരോധമായി പദ്ധതികൾ ഒരുക്കിയ അവരോട് പ്രതികാരം ചെയ്തു തീരുന്നത് വരെ ചിലതിനൊന്നും മാറ്റമുണ്ടാകത്തില്ല. തൽസ്ഥിതി തുടരുവാൻ പോകുന്നു. ഷബാറി ധലമാഷേഖനെ, നീ അവിടെ തന്നെ തുടരും, ആ ജോലിയിൽ തന്നെ തുടരും. നിൻ്റെ ഭർത്താവ് അവിടെ നിന്ന് ഇട്ടിട്ട് പോരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സഹോദരി, വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. പ്രിയ മാതാവേ, പിതാവേ, തൽസ്ഥിതി തുടരും. അവൻ പഠനം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ വഴിയടഞ്ഞവനായി, അമ്മാ എനിക്കിനി പിടിച്ചു നിൽക്കുവാൻ വയ്യ, ഞാൻ ചതിക്കപ്പെട്ടു, നമ്മൾ ചതിക്കപ്പെട്ടു, വലിയ ബാധ്യതലായി. അതേ, നീ ഭയപ്പെടുന്ന ആ വാക്ക് കേൾക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഷബാറി ധലമാഷേഖനെ, തൽസ്ഥിതി തുടരും. ആ സ്ഥാപനം പൂട്ടിപ്പോകത്തില്ല, തൽസ്ഥിതി തുടരും. ശുശ്രൂഷക, നീ ലജ്ജിച്ച് തലകുനിച്ച് തിരികെ മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. തൽസ്ഥിതി തുടരും. അവിടെ ആ സഭയുണ്ടാകും, നീ അവിടെ ശുശ്രൂഷിക്കും, നീ കർത്താവിൻ്റെ വേല ചെയ്യും, നീ ആ ദേശത്തിൽ തന്നെ തുടരും. അവിടെ നിന്ന് വിറ്റിട്ടോടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആമേൻ. നോക്കൂ, പ്രതികാരം ചെയ്യുവോളം. പ്രതികാരമുണ്ട് ദൈവത്തിന് മാത്രമല്ല, നിങ്ങൾക്കും. നിന്ദിച്ചവരും പരിഹസിച്ചവരും കളിയാക്കിയവരും കാണുക, അവരെ കൊല്ലുക, വെട്ടുക, ഓടിച്ചിട്ട് പിടിക്കുക. നോ, അതല്ല പ്രതികാരം. നമ്മുടെ പ്രതികാരം യോസേഫിൻ്റെ പ്രതികാരമാണ്. ആമേൻ. വിറ്റുകളഞ്ഞ,
പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു കളഞ്ഞ സഹോദരന്മാരോടുള്ള യോസേഫിൻ്റെ പ്രതികാരം എന്താണ്? ചാക്ക് നിറയെ കൊടുത്തു, അവരെ വളരുവാൻ, കൺമുമ്പിൽ വളരുവാൻ അവസരം നൽകി. ആമേൻ. ഇതുപോലൊരു പ്രതികാരം വേറെ ഇല്ല കേട്ടോ. ക്രിസ്തുവിൻ്റെ പ്രതികാരം അങ്ങനെ വളർത്തുന്ന പ്രതികാരമാണ്, അത് തഴപ്പിക്കുന്ന പ്രതികാരമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്നാലും അത്രമാത്രം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ സഹോദരന്മാർ യോസേഫിൻ്റെ മുമ്പിൽ വളരുന്ന ഓരോ നിമിഷവും യോസേഫിനെ കാണുമ്പോഴൊക്കെയും തങ്ങൾ ചെയ്ത ആ കുറ്റത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് അതിലും വലിയൊരു ആമേൻ പശ്ചാത്താപം ഉണ്ടാകുവാൻ പോകുക. നിന്റെ പ്രതികാരം ചിലർക്ക് നിന്നോട് ഇന്നലകളിൽ ചെയ്തതിനും പറഞ്ഞതിനും പ്രവർത്തിച്ചതിനും പശ്ചാത്താപം ഉണ്ടാക്കുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. മക്കളെ, നിങ്ങളെ തുടരാൻ സമ്മതിക്കത്തില്ല എന്ന്, ദേശത്തിൽ നിങ്ങളെ തുടരുവാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ ചിലരോടുള്ള നിങ്ങളുടെ പ്രതികാരം അവരുടെ ഉള്ളിൽ പശ്ചാത്താപത്തെ ഉണ്ടാക്കുവാൻ പോകുക. നിൻ്റെ കുടുംബത്തെ തകർത്ത് കളയുവാൻ എഴുന്നേറ്റ അവരോടുള്ള നിൻ്റെ പ്രതികാരം അവർക്ക് പശ്ചാത്താപം ഉണ്ടാക്കുവാൻ പോകുക. അമ്മേൻ, നോക്കൂ, പ്രതികാരം, ആ പ്രതികാരം തീരുന്നത് വരെ തൽസ്ഥിതി തുടർന്നു. എവിടെയൊക്കെയാണ് സൂര്യനും ചന്ദ്രനും നിന്നത്? ഗിബയോനിൽ. ഗിബയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം കുന്നിൻ മുകളിലെ നഗരം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഹയർ പൊസിഷൻ, അവിടെ ജയം. അവിടെ ജയത്തിന് വേണ്ടി അന്തരീക്ഷം നിശ്ചലമായി. ചില ഉയർന്ന സ്ഥാനങ്ങളിൽ, അതൊരു പക്ഷേ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കാം, CEO ഇരിക്കുന്നിടത്തായിരിക്കാം. അവിടെ നിങ്ങൾ ജയിക്കുവാൻ വേണ്ടി അന്തരീക്ഷം നിശ്ചലമാകുവാൻ പോവുക. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? സഹോദരി, ആ ഏറ്റവും മുകളിൽ ഇടപെടേണ്ടവർ ഇടപെടേണ്ട, നിൻ്റെ മുൻപോട്ടുള്ള ജീവിതം സന്തോഷമായി തീരുവാൻ വേണ്ട തീരുമാനങ്ങൾ ഉണ്ടാകേണ്ട ഹയർ അതോറിറ്റിയിൽ ചേഞ്ചുകൾ വരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. അവൾ പഠിക്കുന്ന, നിൻ്റെ മകൾ പഠിക്കുന്ന കോളേജിൽ ഹയർ അതോറിറ്റിയിൽ ചേഞ്ച് വരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചേഞ്ച് വരുവാൻ പോകുക. അമ്മേൻ. അന്തരീക്ഷം ചേഞ്ച് ആകുവാൻ പോകുക, സ്ഥിതി മാറുവാൻ പോകുക. സ്ഥിതി മാറുവാൻ പോകുക. അന്തരീക്ഷം ചേഞ്ച് ആവുന്നു, സ്ഥിതി മാറുന്നു. ആമേൻ. ഉയർന്ന സ്ഥലങ്ങളിൽ ജയമുണ്ടാകുവാൻ പോകുന്നു. ചില ഉയർന്ന പൊസിഷൻസിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ, പരീക്ഷകളിൽ ജയമുണ്ടാകുവാൻ പോകുന്നു. ആമേൻ. പ്രൊമോഷന് വേണ്ടിയുള്ള പരീക്ഷകളിൽ, എക്സാമുകളിൽ ജയമുണ്ടാകുവാൻ വേണ്ടി പോകുന്നു. വിശാലതയ്ക്ക് വേണ്ടിയുള്ള എക്സാമുകളിൽ ജയമുണ്ടാകുവാൻ പോകുന്നു. റെഡിയാണോ? ആമേൻ. തീർന്നില്ല. അയാലോൺ എന്ന വാക്കിൻ്റെ അർത്ഥം മാനുകളുള്ള സ്ഥലം, മാനുകളുള്ള താഴ്വര. മാനുകൾ ഒരുപാടുള്ള സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ ധാരാളം പച്ചപ്പും വെള്ളവുമുണ്ട്. അർത്ഥം സമൃദ്ധിയുള്ള സ്ഥലം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വാക്കിൻ്റെ അർത്ഥം എന്നോട് പറയുമ്പോൾ ഇങ്ങനെ എന്നെ നിർബന്ധിക്കുന്നുണ്ട്. പച്ചപ്പുള്ള, നീരോട്ടമുള്ള അഥവാ സമൃദ്ധിയുള്ള സ്ഥലങ്ങളെ നിങ്ങൾ ജയിക്കുവാൻ പോകുക. മീൻസ് നിങ്ങളത് നേടിയെടുക്കുവാൻ പോകുക. സമൃദ്ധിയുള്ള, നിറവുള്ള, വർധനവുള്ള സ്ഥലങ്ങളെ നിങ്ങൾ ജയിക്കുവാൻ, നിങ്ങൾ പിടിച്ചെടുക്കുവാൻ പോകുക. യേശുവിൻ നിനക്ക് അനുകൂലമായ ചില സ്ഥലങ്ങളെ നിങ്ങൾ പിടിച്ചെടുക്കുവാൻ പോകുക. അവിധത്തിലുള്ള വസ്തു നിങ്ങൾ വാങ്ങുവാൻ പോകുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ചില തോട്ടങ്ങളെ നിങ്ങൾ വാങ്ങുവാൻ പോകുക. എനിക്കറിയത്തില്ല ആരൊക്കെ അതിനായി അമേൻ സ്തോത്രം പല ആലോചനകളുമായിട്ട്, ഡിസ്കഷൻസുമായിട്ടായിരിക്കുന്നുണ്ട്. നിങ്ങൾ ആ തോട്ടം വാങ്ങുവാൻ പോകുക. പച്ചപ്പുള്ള, നിങ്ങളുടെ ലൈഫ് മാറ്റുന്ന, ഇന്നത്തെ വരൾച്ചയ്ക്ക് അറുതി വരുത്തുന്ന, താഴ്വരയുടേതായ, പച്ചപ്പുള്ള, ജലസമൃദ്ധിയുടേതായ അനുഭവമുള്ള ഇടങ്ങളെ നിങ്ങൾ വാങ്ങുവാൻ പോകുക, അല്ലെങ്കിൽ ജയിക്കുവാൻ പോകുക. അർത്ഥം അതിന് തടസ്സമുണ്ട്. ആ വാങ്ങലിന്, നിങ്ങളത് നേടുന്നതിന്, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തുന്നതിന്, ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുന്നതിന് തടസ്സങ്ങളുണ്ട്. തടസ്സമായി നിൽക്കുന്നതിന് നിങ്ങൾ ജയിക്കുവാൻ പോകുക. നോക്കൂ, ആ ഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. പിന്നെ ഒരു ദിവസം ഇതുപോലെ ഭക്തന്മാരുടെ വാക്ക് ദൈവം കേട്ടൊരു ദിവസം ഉണ്ടായിട്ടില്ല. അவ்விധത്തിൽ ദൈവം ശത്രുവിനോട് യോശുവയ്ക്ക് വേണ്ടി, തൻ്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തു.
ചില സ്ഥാനങ്ങൾ നീ നേടിയെടുക്കുവാൻ വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. ഇന്നലകളിൽ നീ കേട്ടിട്ടില്ലാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. അതേ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, മക്കളെ, ഇന്നലകളിൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇറ്റ്സ് പോസിബിൾ പാസ്റ്റർ. യെസ്, ഇത് പോസിബിളാണ്. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, അവിധത്തിൽ ചില പച്ചപ്പ് നിറഞ്ഞ അനുഭവങ്ങൾ, മീൻസ് ആ വാങ്ങൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, ജയിച്ചടക്കേണ്ടതിനെ ജയിച്ചടക്കുവാൻ, തൽസ്ഥിതി തുടരുവാൻ, ആ സ്ഥാനങ്ങൾ ഉള്ളത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതെ, നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രം, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ഉപവാസം സാധ്യമാണ്. കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. തീർന്നില്ല, തുടർമാനമായി ദൈവവചനത്തിനൊപ്പമായിരിക്കുവാനും ശക്തിപ്പെടുവാനും വിടുതൽ പ്രാപിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കും, വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കും, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകൾക്കൊപ്പവും പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചുകൊണ്ട് ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് ലൈവായി വചന ശുശ്രൂഷകളിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും പങ്കെടുക്കാം. ഒപ്പം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിലുള്ള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ കടന്നു വന്നുകൊണ്ട് ഞങ്ങളുടെ ആരാധനകളിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. വെള്ളിയാഴ്ച ഉപവാസം, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവുണ്ട്. ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചൊവ്വാഴ്ച സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ട്. വളരെ ബ്ലെസ്സിംഗ് ആയി നടന്നുകൊണ്ടിരിക്കുന്നു. കടന്നു വന്നാൽ അത് വലിയ ബ്ലെസ്സിംഗ് ആയിരിക്കും. ഞായറാഴ്ച 10 മണി മുതൽ സഭാരാധന. വൈകുന്നേരം 3 മണി മുതൽ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. കാട്ടാക്കടയ്ക്ക് സമീപം വെച്ച്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയതുപോലെ അനേകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ ഈ പ്രോഗ്രാമിലൂടെ ദൈവവചനം അനേകരിലേക്ക് എത്തിച്ചുകൊണ്ട് നിങ്ങൾക്കും അവസരമുണ്ട്. പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി ദൈവത്തിൽ നിന്നിവർ പ്രാപിച്ചെഴുന്നേൽക്കുന്ന സമയമായി ഈ സമയം മാറട്ടെ. തൽസ്ഥിതി തുടരട്ടെ. നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെട്ടായിരിക്കുന്ന ജോലികൾ നഷ്ടപ്പെടാതെ സ്വർഗം അവരെ പരിപാലിക്കണമേ. അവർക്ക് വേണ്ടത് അവിടെ നിന്ന് തന്നെ പ്രാപിച്ചെടുക്കുവാനും ആ സ്ഥിതി തുടരുവാനും സ്വർഗം സാഹചര്യങ്ങൾ ഒരുക്കണമേ. ഇവരെ ഓടിക്കുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കുന്ന ദുഷ്ടമനുഷ്യരോട് സ്വർഗം അങ്ങ് ഇടപെടണമേ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവുമാക്കി തീർക്കണമേ. അപ്പോൾ ഇവരുടെ വാക്കിന് മുമ്പിൽ ഇവർക്ക് ജയിച്ചു മുന്നേറുവാൻ, പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ തക്കവണ്ണം തടസ്സമായി നിൽക്കുന്നതെല്ലാം മാറി നിൽക്കട്ടെ. ശത്രു ഇവർക്ക് മുമ്പിൽ പരാജയപ്പെടട്ടെ. മാനുഷിക പൈശാചിക വെല്ലുവിളികൾ മന്ത്രവാദത്താലും ആഭിചാരങ്ങളാലും ക്ഷുദ്രപ്രയോഗങ്ങളാലും നേർച്ചകാഴ്ചകളാലും ഉരുവാക്കപ്പെടുന്ന സകല പദ്ധതികളും തകർക്കപ്പെടട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം സൗഖ്യം നൽകണമേ. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. ഉള്ളംകാൽ മുതൽ ഉച്ചം തല വരെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന രോഗമണ്ഡലം യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും വാഗ്ദാന നിവൃത്തിയുടെയും ദിവസമായി മാറട്ടെ. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി പ്രതീക്ഷിച്ച നല്ല ജോലികൾ ലഭിക്കാതെ നിരാശയിലായിരിക്കുന്നവരുണ്ട്. പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. സ്വർഗം പ്രവർത്തിക്കണമേ. വിദേശങ്ങൾ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. വിദേശ യാത്രകളും തൊഴിലും സ്വപ്നം കണ്ട് IELTS, OET, MOH, പ്രോമെട്രിക്സ് എക്സാമുകൾ എഴുതുന്നവരോട് സ്വർഗം കൂടിയിരിക്കണമേ. നല്ല റിസൾട്ട് നൽകണമേ. ഉപരിപഠന സാഹചര്യങ്ങൾ മക്കൾക്ക് ഒരുക്കണമേ. മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. മക്കളെ പഠിപ്പിക്കുവാനുള്ള നന്മകൾ ഇവരുടെ കരങ്ങളിൽ നൽകണമേ. അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങളും മാറിപ്പോകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. വാടക വീടെന്ന് നിരാശ മാറട്ടെ. സ്വന്തം ഭവനം ഇവർ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളെയും ജപ്തി നടപടികളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലൂടെയും വചന സന്ദേശങ്ങളിലൂടെയും ഉപവാസത്തിലൂടെയും മുന്നേറാം. പ്രാപിക്കേണ്ടത് പ്രാപിക്കാം. അടുത്ത ആഴ്ച ദൈവം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.